ഓക്കെ, നമുക്കിന്ന് മൈക്രോവേവ് ടെക്നിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, അത് എങ്ങനെ നമ്മൾ മൈക്രോവേവ് ഉപയോഗിച്ച് ഇതിന് ഡാറ്റ, സാമ്പിളിന്റെ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കാം. അതിന്റെ ബേസിക് കമ്പോണൻസ് ആണ് മൈക്രോ സ്പെക്ട്രോസ്കോപ്പിയിൽ. ദ യൂഷ്വൽ നമ്മൾ സാധാരണ സോഴ്സ് ഉണ്ടാകും, മോണോക്രോമാറ്റർ, ബീം ഡയറക്ഷൻ, സാമ്പിൾ ആൻഡ് ഡിറ്റക്ടർ. സിംപ്ലി നമുക്ക് അതിന് ഒരു മൈക്രോവേവ് സോഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാം, സോഴ്സ് മാർക്ക് ചെയ്യാം. സോഴ്സിൽ നിന്ന് മൈക്രോവേവ്സ് നമുക്ക് ബീം സ്പ്ലിറ്റർ കൊടുക്കാം, ബീം സ്പ്ലിറ്റർ കൊടുക്കാം. ദെൻ നമുക്ക് വേണമെങ്കിൽ മോണോക്രോമാറ്ററോ അല്ലെങ്കിൽ സാമ്പിൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, സാമ്പിൾ മാർക്ക് ചെയ്യാം. ദെൻ ഇതിൽ നിന്ന് വരുന്ന മൈക്രോവേവ് ഇൻഫോർമേഷൻസ് will be detected by a detector. അപ്പൊ ഇതാണ് ഒരു മൈക്രോവേവ് ഇൻസ്ട്രുമെന്റേഷൻ പറയുന്നത്. അതിൽ നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ XRD, എക്സ്റേ ഡൈഫ്രാക്ടോഗ്രാം ആയാലും ഒക്കെ, UV വിസിബിൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാന്നുള്ളത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഏതൊക്കെയാന്നുള്ളത് സെപ്പറേറ്റ് ആക്കി നോക്കാം. അപ്പോൾ അതില് സോഴ്സ് വരുന്നത്, സോഴ്സ് ആൻഡ് മോണോക്രോമാറ്റർ, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. Source and monochromatic. The usual source in this region is the klystron valve, since it emits radiation of only a very narrow frequency range called monochromatic. അപ്പോൾ ക്ലിസ്ട്രോണ് മോണോക്രോമാറ്റിക് വേവ് എമിറ്റ് മോണോക്രോമാറ്റിക് വേവ്സ് ആണ് എമിറ്റ് ചെയ്യുന്നത്. സോ വി യൂസ് ക്ലിസ്ട്രോൺ ആസ് എ സോഴ്സ് ഇൻ ദി microwave spectrometer. The actual emission frequency is variable electronically, and hence a spectrum may be scanned over a limited range of frequencies using a single klystron. Then beam direction. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ സോഴ്സിൽ നിന്ന് വരുന്ന ബീമിനെ ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വി യൂസ് ബീം ഡയറക്ടർ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ വേവ് ഗൈഡ്സ്. നമ്മൾ വേവ് ഗൈഡ്സ് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. So here we use hollow tubes of copper or silver, usually of rectangular cross section, inside which the radiation is confined. Then we use the sample. അപ്പോൾ സോഴ്സിൽ നിന്ന് വരുന്ന ബീമിനെ നമ്മൾ എന്ത് ചെയ്യും, ബീം ഡയറക്ഷൻ ഉപയോഗിച്ച് ബീമിനെ ഫോക്കസ് ചെയ്യും. ഫോക്കസിങ് ടു ദി സോഴ്സ്, the sample, the light from the source, the microwave radiation from the source is focused by a beam director or waveguides to the sample. Then the radiations emitted from the sample is analyzed. It is detected by the detector, and the data then will be analyzed for reducing the information. Okay. Then the sample in almost all microwave studies, we use the sample, generally we use gaseous sample. However, pressures of 0.01 millimeter mercury, which are sufficient to give a reasonable absorption spectrum. So many substances which are usually thought of as solid or liquid may be examined, provided their vapor pressures are above this value. The sample is retained by very thin mica windows in a piece of evacuated waveguide. Then a detector. Fourth box component is the detector. Already പറഞ്ഞിട്ടുണ്ട്. It is possible to use an ordinary super heterodyne radio receiver as a detector, provided this may be tuned to the appropriate high frequency.
However, a simple crystal detector is found to be more sensitive and easier to use. ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. Stark effect experimentally, the Stark effect requires placing an electric field. നമ്മൾ സീമാൻ ഇഫക്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റിംഗ് ഓഫ് energy levels by the application of the electric field. So the electric field is placed either perpendicular or parallel to the direction of the radiation beam across the sample. Practically, it is simpler to have a perpendicular field. So we shall consider three advantages of this field. A molecule exhibiting a rotational spectrum must have an electric dipole moment, and so its rotational energy levels will be perturbed by the application of an exterior field since interaction will occur. അപ്പോൾ ഒരു molecule if it is exhibiting rotational spectrum and having then it should have electric dipole moment, so its rotational energy levels will be perturbed by the application of an external electric field because both electric fields interact with each other, and the absorption lines of the spectrum will be shifted by an amount depending on the extent of the interaction, and thus depending on both electric and the electric field, the applied field and dipole moment, the linear molecule shifts to be found as delta nu proportional to mu e whole square for linear molecule, and delta nu is proportional to mu e for symmetric top molecules. Thus, we have immediately a very accurate method determining dipole moments simply by observation of the Stark effect. So, we can determine the dipole moments using the Stark effect. Uh, Stark effect. Okay, that means simply use the splitting of the molecule energy levels by applying the electric field. Then second valuable application of the Stark effect is in the assignment of observed spectral lines to particular J values. The line of lowest frequency which we observe may happen to correspond with J equal to 0, or it may be that it is the first observable line of a series, either because earlier lines are intrinsically very weak or because of limitations in the apparatus used. However, we have seen that each line is 2j plus 1 degenerate because rotations can occur in 2j plus 1 orientations in space without violating quantum laws. In the absence of any orienting effect, these transitions have precisely the same frequency, but a Stark field constitutes an orienting effect and splits the degeneracy. Thus, multiplet structure is observed for all lines with j greater than 0. The final application is purely an instrumental one, but is especially interesting is that it has its counterpart in another spectral region. The part of the noise which arises from random fluctuations in the background radiation may be removed by modulating the beam by means of the Stark effect. Okay. മൂന്ന് applications നമുക്ക് ഇനി ഇൻഫ്രാറെഡ് സ്പെക്ട്ര നോക്കാവുന്നതാണ്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.